ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വലിയ കർട്ടന് എല്ലാവരും ഇടുന്ന പോലെ തന്നെ ചുമരും ജനവാതിലും ഒന്നായിട്ട് മറക്കണ കോലത്തിലുള്ള കർട്ടനായിരുന്നു. ഇവിടെ പൊതുവേ എല്ലാവരും ഇടണ മാതിരിയുള്ള കർട്ടനായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ നമ്മളെ റൂം അധികം വലിയ വലിപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമിന് ചെറുപ്പമായിട്ട് തോന്നിക്കും. കാരണം വെച്ചാൽ നമ്മൾ ആ കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ ഒന്നായിട്ട് കെടുക്കില്ല. അപ്പോൾ ചുമരുമൊക്കെ ഒന്നും അടുപ്പിച്ചിടാൻ പറ്റില്ല കട്ടിൽ. അപ്പോൾ ഞാൻ എല്ലാ കർട്ടനും എടുത്തിടുന്ന് എല്ലാം എണ്ണാണ്ട് കഴുകി അതിൻ്റെ കോലും റിങ്ങും ഒക്കെ ഉണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ്. എന്നിട്ട് കഴുകിയത് അങ്ങനെ ഉണക്കി ഓരോരോ ഭാഗത്ത് അങ്ങനെ ഒതുക്കിക്കൊണ്ടിരുന്നു. ഏതായാലും നമുക്ക് അടുക്കള പണി വീടിൻ്റെ പണിയൊക്കെ നടക്കുക ആയതുകൊണ്ട് അങ്ങനെ എല്ലാം ഒതുക്കി വെച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഞാനിവിടെ കർട്ടൻ്റെ ആൾക്കാരെ വിളിച്ച് കണ്ടേ കർട്ടനൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവച്ചേക്കാം. ഞാൻ അപ്പോൾ എന്താ ചെയ്തു വെച്ചാൽ നമ്മൾ സാധാരണ ഉള്ളിൽ കർട്ടൻ ഇടുമല്ലോ, അതുപോലെ ഉള്ളിൽ തുണിയിലിട്ടാൽ ഇങ്ങനെ കുറച്ച് ഐഡിയ തോന്നിയിട്ട് അപ്പോൾ അങ്ങനെ തുണിയിൽ ഉള്ളിലിട്ടാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതേപോലെ പുറത്തേക്കുള്ള കർട്ടനും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടിച്ച് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞെന്നാൽ നിങ്ങൾ ഉള്ളിൽ ചെയ്ത കർട്ടൻ്റെ ഫോട്ടോ കാണിച്ചു തരാൻ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ അവർ കാണിച്ചു തന്നു. അപ്പോൾ ഈ കൊക്കകളൊക്കെ നമ്മളെടുത്തുള്ളതിനെ അതേമാതിരി പൈപ്പും തന്നെ കട്ട് ചെയ്ത് ചുരുക്കിക്കാണ്ട് അതും റെഡിയാക്കി. പിന്നെ നമ്മൾ അടുക്കള ബെഡ്റൂം ആക്കിയപ്പോൾ അതിൽ 3 ജനവാതിൽ വന്നു. അതേമാതിരി ചെറിയ ഡൈനിങ് ഹാളും വലിയ ഡൈനിങ് ഹാളും കൂടി വലിയ ജനവാലെടുത്ത് ഓപ്പൺ ആക്കിയപ്പോൾ അവിടെ ഒരു കർട്ടൻ്റെ ആവശ്യം കൂടി വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വരാന്തയിൽ ഉള്ള കർട്ടൻ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതുകൊണ്ടാണ് ഇവിടേക്ക് കർട്ടൻ ശരിയാക്കി 2 പീസായിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാ റൂമുക്കും കർട്ടനായിട്ടോ. അപ്പോൾ ഇവിടെ ഏസക്കുട്ടി ഓല കർട്ടനും ഇതൊക്കെ കണ്ടിട്ട് ഓരോരുത്തർക്ക് ഓടാനും ഇതിനൊക്കെ നിൽക്കണം. ആപ്പാന്ന് വിളിച്ച് കണ്ട് പിന്നെ ഒന്നും വാരി വലിച്ചിട്ടൊന്നുമില്ല, എല്ലാം ഇങ്ങനെ കാണുന്നതൊക്കെ ഓൾക്ക് ഇഷ്ടമാട്ടാ. അപ്പോൾ ഇതാണ് മേലെ ഒന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കർട്ടനാണ്. പിന്നെ പൈപ്പ് കണ്ടില്ല ഞങ്ങൾ. അപ്പോൾ ആ പൈപ്പൊക്കെയാണ് കട്ട് ചെയ്ത് കാണ്ട് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഉള്ളിൽ സെറ്റാക്കി കാണ്ട് അതേപോലെ അളന്ന് മുറിച്ച് കാണ്ട് വെച്ച് പെട്ടെന്ന് തന്നെ കർട്ടൻ്റെ പണി ഒരു 3 ആളും കൂടെ വന്നത് പെട്ടെന്ന് തന്നെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ചു നിങ്ങൾ വിളിച്ചാത്തതുകൊണ്ടേ നിങ്ങൾ അടിച്ചിട്ടുണ്ടാവില്ല. അന്ത്യമാകുമ്പോഴാണ് എനിക്ക് ഓർമ്മ ആകുക. ഓരോ പണിക്കാരുണ്ടാവും. ഇനി ഇത് വാഷ് ബേസിന് വെക്കാനാ. സിഫുവിനോട് ഞാൻ മിഞ്ഞാന്നൊക്കെ പറഞ്ഞു, അവനെ വിളിച്ചിട്ടില്ല. ആ എന്ത് ചെറിയ വിളിച്ചുകൂടായിരുന്നില്ല, ഓല് നിങ്ങൾ വിളിച്ചിട്ടാണ്ട് ഏരേക്കാരൻ തുടങ്ങാനേ പറഞ്ഞു. നിങ്ങളെങ്ങനെ ഈ 3 അള്ളിക്ക് എത്ര റിങ് അങ്ങനെ കണക്കുണ്ടോ? 3 അള്ളിക്ക് എത്ര? 20 റിങ്. ഒരു പീസും ഇല്ലല്ലേ? നിങ്ങളെ കാർഡുണ്ടോ? അപ്പോൾ ഇങ്ങനെ കർട്ടൻ ഇടുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് റൂം വല്ല വലിപ്പമുള്ള മാതിരി തോന്നും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് നമ്മളെ ഇരുത്തുള്ള കർട്ടൻ തന്നെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ കർട്ടൻ ഇങ്ങനെ നടുവിൽ ലൈനായിട്ട് തേച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. തേച്ച് കണ്ട് തന്നെ അത് തന്നെ കട്ട് ചെയ്ത് കണ്ട് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഏറ്റവും നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇട്ടാൽ എനിക്ക് ഇതായിട്ട് ഭംഗിയായിട്ട് തോന്നിയത്. അപ്പം എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. എങ്ങനെ അത് തിരിച്ചിട്ട് കൊടുക്കുക അല്ലേ? അപ്പം അതെന്തിനാ അങ്ങനെ നമ്മളിങ്ങനെ പോരാതെക്കാനോ? ഇത് ഇതേപോലെ തന്നെ ആക്കിയാൽ ഇത് മാറ്റാൻ പറ്റൂലായിരുന്നാ? അല്ല, മറ്റേക്ക് എങ്ങനെയായിരുന്നു അറിയാം. ഇത് പിന്നെ ഞങ്ങൾ പിന്നെ തേപ്പിച്ച നിക്കൂല. അപ്പം ഇങ്ങനെ കർട്ടൻ വെച്ചിട്ട് എല്ലാവർക്കും എങ്ങനെ ഇത് ഇഷ്ടമായിക്കണോ ഇല്ലേന്നൊന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. എനിക്കിത് വളരെ ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെ വെക്കുമായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മളെ വീഡിയോ.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. കമൻറ്റ് ചെയ്തണം കേട്ടോ എന്തായാലും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.